പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ചില പ്രത്യേക കാരണങ്ങളാണ്. അതായത് നമ്മുടെ ഓട്ടോസഭയിലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കേണ്ടത്. നേരത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാതിരിക്കാനൊക്കത്തില്ല. എനിക്ക് കൂടിയ നീണ്ട വീഡിയോ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം എൻ്റെ അതിനുള്ള സജ്ജീകരണങ്ങളില്ല. എൻ്റെ മൊബൈലിൽ തന്നെ എല്ലാ പരിപാടികളും ഞാൻ ചെയ്യുന്നത്. അതെനിക്ക് വലിയ പ്രയാസമായി വരുന്നു. പക്ഷേ മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കാൻ എനിക്ക് സാഹചര്യമില്ല. പോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പറയേണ്ടത് ഞാൻ പറയും. സൗരഭം നിങ്ങൾക്കറിയാമല്ലോ, 3-4 വർഷത്തിന് മുമ്പ് ഓട്ടോസഭയിലെ പുരോഹിത വർഗം മുഴുവൻ പരുമലയിൽ കൂടിയിരുന്നു. പരുമലയിൽ കൂടി അത് അവരന്ന് എന്തൊക്കെയാണ് അവിടെ ആലോചിച്ചത്, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളത് നിങ്ങൾ എത്ര പേർ അതിനെക്കുറിച്ച് ആ ന്യൂസ് കണ്ടു, അല്ലെങ്കിൽ എന്തൊക്കെ അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. അന്നും ഇപ്പോൾ പിന്നെയും പരുമലയിൽ ഓട്ടോസഭയിലെ പുരോഹിതവർഗം മുഴുവൻ കൂടി 21, 22, 23 തീയതി ഏതോ ഈ ദിവസങ്ങളിൽ ഇല്ല, അതിന് മുമ്പാണ് ദിവസങ്ങൾ പരുമലയിൽ കൂടുന്നു. അവരേതോ ലോഗോ പ്രകാശനം ചെയ്തു. എന്നെ വിളിച്ചത് ഞാൻ വേറെ വല്ലതും കൂടെ പ്രകാശനം ചെയ്തതിനും വേണ്ട പറയുന്നില്ല. എടാ കുണം പിടിക്കാത്തവന്മാരെ, ഇന്നത്തെ കാതോലിക്ക് എടാ നിനക്ക് എന്നെക്കായി പ്രായക്കുറവാ. ഞാൻ എന്നെ അറ്റപ്പെട്ടത് നേർന്ന സമയത്ത് അങ്ങനെ പോയിരുന്നെങ്കിൽ നീ എന്ന് ഈ നിലയിൽ ഇവിടെ വന്നിരുന്ന് കൊള്ളതാഴിയ ഓർത്തോസഭയെ നാശത്തിലേക്ക് നയിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഇത്ര പറയുന്നുള്ളൂ. ഞാൻ എന്തുകൊണ്ട് അറ്റപ്പെടുത്തുന്നു പോയിരുന്നൊക്കെ ഞാൻ നേരത്തെ പറയുന്നതാ. വേണ്ട, പോട്ടെ. ഇപ്പോൾ ഈ പുരോഹിതവർക്ക് എന്തിനാ അടിക്കടി വലിയ മീറ്റിംഗ് കൂടുന്നത്? ഒരു ദിവസം ഒരു ഇത് കണ്ടു, പുരോഹിതന്മാർ മരിച്ചു പോയാൽ മസ്കിയാമ്മമാർ അവരുടെ കൊച്ചന്മാർക്ക് ഇൻഷുറൻസ്. കാരണം അവരെല്ലാം മറ്റുകളായിരുന്നു, അവർക്ക് പിള്ളേരില്ല. പിന്നെ സഭ ഇൻഷുറൻസ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സഭയിൽ ആരാ ഉള്ളത്? മെത്രാന്മാരും പുരോഹിതന്മാരും. ഇവരുടെ ഈ പുരോഹിതന്മാരുടെ മസ്കിയാമ്മമാർ മരിച്ചു പോയാൽ അവർക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? അവരെ സുഖമായി ജീവിപ്പിക്കാൻ. സുഖമായി അവർക്ക് വേണ്ടത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പം അവരടുപ്പിക്കത്തില്ല. ഇത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പോട്ടെ മക്കളെ, അതിനേക്കാൾ അപ്പുറത്തായിട്ട് ഇപ്പം ഇവർക്ക് പുരോഹിതന്മാർക്കറിയാം കാലം കഴിഞ്ഞു, സുഖജീവിതം കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഏത് ഭദ്രാസനത്തിലാണെങ്കിലും അവരെല്ലാം കാണുന്നതെല്ലാം മേടിച്ച് കൂട്ടി സ്ഥലങ്ങളും കടകളും കെട്ടിടങ്ങളും മേടിച്ച് കൂട്ടുക. കാരണം നാളെ വിശ്വാസികളിൽ നിന്നുള്ള വരവ് കുറയുമ്പോൾ അവർക്ക് അന്നും സുഖമായി ജീവിക്കണം. അതിന് വേണ്ടി പോട്ടെ, അതൊന്നും ഇപ്പം ഞാൻ ബാക്കി പറയുന്നില്ല. ഒരു 2-3 വർഷത്തിന് മുമ്പ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഓട്ടോസഭയിലെ വനിതാ സമാജം എല്ലാം കൂടെ കൂട്ടം കൂടിയിരുന്നു. എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ അന്നൊരു സ്ത്രീ പ്രസംഗിച്ചു, ഞങ്ങൾ സ്ത്രീകളാണെന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾക്ക് എല്ലാത്തിനും കഴിവുണ്ട്, ഞങ്ങൾ ഏത് തുറയിലും ജോലി ചെയ്യാൻ തയ്യാറാണ്. നിസ്സാര ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചെന്ന് തോന്നുന്നു. മക്കളെ, നിങ്ങൾ ഒരു കാർ എടുത്തോണ്ട് പോകും, നിങ്ങൾക്ക് എല്ലാം ഡ്രൈവിങ് അറിയാം, നിങ്ങളുടെ കാർ എടുത്തോണ്ടേക്കും പോകത്തുള്ളൂ. ഒരു കാർ എടുത്ത് പോകുന്നു, വഴിയിൽ അതിൻ്റെ ടയർ പഞ്ചറായി. ഒരു ടയർ ദിവാതിരം ആക്സിഡൻ്റ് ഉണ്ടായില്ല. നിങ്ങൾ അവിടെ സൈഡിൽ പാർക്കി ചവിട്ടി നിർത്തി. ആ ടയർ മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഇല്ല. നിങ്ങൾ ആരുടെയെങ്കിലും സഹായം തേടും. പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല. പൊട്ടെ, നിങ്ങൾക്ക് എല്ലാത്തിനും കഴിവുണ്ട്. ഇപ്പം വീണ്ടും അവർ സമ്മേളനം കൂടുക. എവിടെ? പറഞ്ഞുതരാം.
അഖില ഭർത്തമറിയം വനിതാ സമ്മേളനം അന്തർദേശീയ സമ്മേളനം 2026 ആണ്ടിൽ 21, 22, 23 തീയതികളിൽ പീരുമേട് എഞ്ചിനീയറിംഗ് ക്രിസ്ത്യൻ കോളേജിൽ വെച്ച്. നല്ല കാര്യം. നിങ്ങൾ കൂടണം, നിങ്ങളുടെ കാര്യങ്ങൾ പറയണം. ഈ മർത്തമറി സമാജം എന്നുള്ള പേര് നിങ്ങൾ മാറ്റം. മാർത്തയും മറിയും എന്നുള്ള അവരിൽ നിന്നാണ് ഈ മർത്തമറി സമാജം എന്ന് പേരിട്ടല്ല എങ്കിൽ നിങ്ങൾ പറയാം എന്തുകൊണ്ടാണ് മർത്തമറി സമാജമെന്ന്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നു മർത്തമറിയം വനിതാ സമാജം. മർത്തമറിയം വനിതാ സമാജം. മറിയം വനിതയല്ലായിരുന്നോ? പിന്നെന്തുകൊണ്ടാണ് മറിയം വനിതാ സമ്മേളനം എന്ന് പറഞ്ഞത്? മറിയം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ ദൈവത്തിന് വേണ്ടി ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് കഴിഞ്ഞുകൂടിയവരായിരുന്നു. നിങ്ങളോ? ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, നിങ്ങൾ സ്ത്രീകൾ നല്ലവരാണ്, നിങ്ങൾ വളരെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു വീടിൻ്റെ വിളക്കാണ് കുടുംബിനി. അതായത് ഫിലിമിൻ്റെ പാട്ടിൽ അതായത് എപ്പോഴും വീട്ടിലെ കുഞ്ഞുങ്ങളാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണ്ടുന്ന വ്യക്തി അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ആ സ്ത്രീയിലൊക്കെ ആ കുടുംബത്തിലെ കുടുംബിനിയാണ് ആ വീടിൻ്റെ വിളക്ക്. കാരണം ആ വിളക്ക് ആ വീട്ടിൽ നിന്ന് വെളിയിൽ പോയി പൊതുസമൂഹത്തിൽ പ്രകാശിക്കാൻ തുടങ്ങിയാൽ വീട്ടിലുള്ളവർ അന്ധകാരത്തിൽ. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങൾ കഞ്ചാവിനും മയക്കുമരുന്നും മദ്യത്തിനും അടിമയാകുന്നത്. ഭർത്താക്കന്മാർ തന്നെ. ഭർത്താക്കന്മാർ വൈകിട്ട് വീട്ടിൽ വരുമ്പം ഭാര്യ അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് മണ്ട അവിടെ ഉള്ളത്? ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഭർത്താവ് ശരി ജോലി ചെയ്തിട്ട് വരുന്നു. ഇന്ന് ഭർത്താവ് തന്നെയല്ല, ഭർത്താവിനേക്കാൾ കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഭാര്യമാരുള്ളത് എന്തൊക്കെ ചെയ്തിട്ടാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പോട്ടെ, അവർക്ക് അതിൻ്റേത് അഹങ്കാരമുണ്ട്. എന്നാലും മക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ പറയുന്നത് ദൈവമാണ് ഉണ്ടാക്കിയത്. ആ കുടുംബജീവിതം നന്നായി പോകാനായിട്ട് ആരായാലും പ്രധാന ഇതെടുക്കട്ടെ, ആദാമിനെ തുണയായിട്ട് സൃഷ്ടിച്ചു. അതൊക്കെ ഞാൻ ബൈബിളിൽ നിർത്ത് ഇനി ഒരുപാട് കാര്യം പറയാനുണ്ട്. അപ്പോഴേ നീ ഭർത്താവ് തുണ അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭർത്താവ് വരുന്ന സമയം കഴിഞ്ഞു പോയാൽ അവിടെ നോക്കി നിന്നച്ച് വരുമ്പോൾ എന്താ കാര്യം, ഇന്ന് മദ്യപിച്ചിട്ടുണ്ട്, ഇത് വേണ്ട, നമ്മുടെ ജീവിതത്തിൽ പറ്റിയതല്ല, കുഞ്ഞുങ്ങളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട സ്ത്രീ അവിടെ ഇവിടെ സമ്മേളനത്തിൽ പോയി മറ്റുള്ളവരെ പോട്ടെ. ഇത് ഇന്ന് അന്ത്യകാലമാണ്. ചിന്തിച്ചു. എൻ്റെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ. നമ്മൾ ഇങ്ങനെ പോയാൽ ഓർത്തസഭയിലെ മെത്താനും പുരോഹിതനും ഒന്നും പോകുന്നില്ല. അവർക്കറിയാം അവർ നാശത്തിൻ്റെ വക്കിലാക്കാൻ പോകുന്നെന്ന്. അവർ സുഖജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ഓർത്തസഭയിലെ പുരോഹിത വർഗത്തിൻ്റെ മെത്താൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ചും പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർത്തസഭയിലെ പെണ്ണുങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ പള്ളിയിൽ പോകണം. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ശരിയായിട്ടുള്ള നിയന്ത്രണം ആ കുടുംബത്തിലെ സ്ത്രീയുടെ കയ്യിലാണ്. ആ
കുടുംബത്തിൽ നിന്നിറങ്ങി മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഞങ്ങൾക്ക് കാര്യമുണ്ടെന്ന് കാണിക്കാനും പോയാൽ അതാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതെല്ലാം. കുഞ്ഞുങ്ങൾക്ക് മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യത്തിനും അടിവാകുന്നു. ഭർത്താവിനറിയാം, അവളോട് പറഞ്ഞാൽ നിൽക്കത്തില്ല. ആവുമായിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് അവിടെ കുത്തിയിരിക്കും. അവൾ വന്നിട്ട് അവിടെ റൂമിൽ കിടന്നുറങ്ങും സന്തോഷമായിട്ട് കഴിഞ്ഞു കച്ചവടം. അതുകൊണ്ടായില്ല. നമ്മുടെ കടമകൾ എന്താണെന്ന് ഓർക്കണം. അല്ലെങ്കിൽ നീ വിവാഹം കഴിക്കാൻ പോകരുത് പെണ്ണെ. അല്ല പുരുഷനായാലും നിന്റെ കടമ എന്താണെന്ന് അത് നിർവഹിക്കാൻ വേണ്ടി പുരുഷനാണെങ്കിൽ സ്ത്രീയാണെങ്കിൽ വിവാഹം ചെയ്യാൻ പോകരുത്. അതായിപ്പോൾ കാണുന്നത്. ഇന്ന് സുവർഗഭോഗമാ മുഴുവൻ നടക്കുന്ന മുഴുവൻ. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇങ്ങനെ ഓൾറൗണ്ട് ഓടി നടക്കുന്ന ഒരു മനുഷ്യനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ഞാൻ ഈ പുരോഹിത വർഗത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഒരിക്കലും ഒരു മനുഷ്യൻ നന്നാകണമെന്നോ ഒന്നും ഉദ്ദേശിച്ചില്ല. അവരുടെ ഉദ്ദേശം എത്രയും സഭയിൽ ആചാരങ്ങൾ പുതുണ്ടാക്കിയിട്ട് വിശ്വാസികളെ അതിനടിമയാക്കിയിട്ട് അവരുടെ പോക്കറ്റിൽ ഇത് പിഴിഞ്ഞെടുത്ത് സുഖമായി ജീവിക്കാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിക്കും.